നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലിയോപാട്രയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. അതായത് ഈ വീഡിയോയോടുകൂടി ക്ലിയോപാട്ര കഥ ഏകദേശം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇവിടെ 3000 BC എന്ന് പറയുന്നതും 30 BC മാത്രം പറയുന്നതും ആദ്യം പറഞ്ഞത് സംഖ്യകൾ കൊണ്ടല്ല കൂടുതലായി കണക്കൂട്ടുന്നത്, അത് BCE ആകുന്നു. മറ്റത് BC മാത്രമാകുന്നു. അതായത് 30 BCയിലാണ് ക്ലിയോപാട്ര ഉണ്ടായിരുന്നത്. ഈ ക്ലിയോപാട്രയ്ക്ക് മുമ്പ് അധികാരത്തിലിരുന്നത് 323 BCയിൽ അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു. ഇവിടെ ആദ്യം നമ്മൾ പറയേണ്ടത് ഈജിപ്തിൻ്റെ ഉള്ളിൽ പിന്നെ ആരാണ് ആദ്യം വന്നത് എന്നറിയാനാണ്. അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പ് BC 3000 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് സുലൈമാൻ നബി ആയിരുന്നു. അവർ ലോകം മുഴുവൻ അടക്കി ഭരിക്കുകയും ചെയ്തു. പിന്നീട് 2334 BCയിൽ ആണ് അവിടെ സുമേറിയൻ സംസ്കാരം ഉടലെടുക്കുന്നത്. ഈ സുമേറിയൻ സംസ്കാരം ഉടലെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് 2-3-4 സന്യാസിമാരോട് കൂടിയിട്ടുള്ളൊരു ഭരണഘടന തയ്യാറാക്കുകയും കുറേ കാലം അവിടെ ഭരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവരും മരണപ്പെട്ടു പോയി. പിന്നെ നമ്മുടെ BC എന്ന് പറയുമ്പോൾ ക്രിസ്താബ്ദം എന്ന് കാണിക്കാനാണ് ഈ BC ഉപയോഗിക്കുന്നത്. അപ്പോൾ BC എന്നതൊക്കെ ക്രിസ്തുവിന് മുമ്പ് എന്നുള്ളതിലും BC അതിനു മുമ്പ് എന്നുള്ളതിലുമാണ് കണക്കൂട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് 323 BCയിൽ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്ത് തൊട്ടിട്ട് പിന്നീട് ഭരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സംഭവം മൂസാ നബിക്ക് ശേഷമാണ് വരുന്നത്. പിന്നെ ഞാൻ മേൽപ്പറഞ്ഞ സുമേറിയൻ സംസ്കാരത്തിന് ശേഷമാണ് ഈ സംഭവം ഈജിപ്ത് ഫറോവ ചക്രവർത്തിമാർ വരുന്നത്. ഇവിടെ ഫറോവ ചക്രവർത്തി ലാസ്റ്റ് ഫറോവ ചക്രവർത്തി പെണ്ണായിരുന്നു. ആ പെണ്ണിൻ്റെ പേരാണ് അലക്സാണ്ടർ. അല്ലാതെ മറ്റേ ക്ലിയോപാട്ര എന്ന് പറയുന്നത്. ഈ ക്ലിയോപാട്ര എന്ന് പറയുന്ന യുവതി കുളിച്ചിരുന്നത് കഴുതപ്പാലിലായിരുന്നു. ഏറ്റവും ധനികയായ ഒരു രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു അത്ഭുതകരമായ വസ്തുത എന്താ വെച്ചാൽ, രാജവംശത്തിൻ്റെ അന്നത്തെ രീതി എന്താ വെച്ചാൽ സ്വന്തം ആങ്ങളാരെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ 2 ആങ്ങളാരെ പിന്നെ ക്ലിയോപാട്ര വിവാഹം കഴിച്ചു. പിന്നെ അത്ഭുതകരമായൊരു കാര്യം, ജൂലിയസ് സീസറെ സ്നേഹിച്ചു, മാർക്ക് ആൻ്റണിയെയും സ്നേഹിച്ചു. അപ്പോൾ 2 പുരുഷന്മാർ കൂടിയായി. അങ്ങനെ ഈ മാർക്ക് ആൻ്റണിയോട് ആരോ എന്തോ നുണ പറഞ്ഞു, ക്ലിയോപാട്ര മരണപ്പെട്ടിരിക്കുന്നു എന്ന്. ഈ വാർത്ത ദൂരെ നിന്നറിഞ്ഞ പിന്നെ മാർക്ക് ആൻ്റണി വാളിൽ തലകുത്തി വീണ് സ്വയം മരിച്ചു എന്നാണ് കഥ. എന്തായാലും ഇവിടെ അലക്സാണ്ടർ ചക്രവർത്തി അങ്ങ് സിന്ധു നദീതടം വരെ പിടിച്ചടക്കി. അഫ്ഗാനിസ്ഥാനിലൂടെ പിന്നെ റിട്ടേൺ വരികയായിരുന്നു ഈജിപ്തിലേക്ക്. അങ്ങനെ പിന്നെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും അത് പ്രത്യേക വിഷയമൊന്നും അല്ല, അത് പിന്നെ പറയാവുന്നതാണ്. പിന്നെ അങ്ങനെ മരണപ്പെട്ട് പാതി വഴിക്കൊന്ന് മരണപ്പെട്ടതിന് ശേഷം ടോളമി 12 എന്ന ആളുടെ ജ്യേഷ്ഠനാണ് അലക്സാണ്ടർ ചക്രവർത്തി. അതുകൊണ്ട് തന്നെ പകുതി രാജ്യം ടോളമിക്ക് കൊടുക്കുകയാണ്. ഈ ടോളമിയുടെ മകളാണ് മേൽപ്പറഞ്ഞ പിന്നെ ദ ലാസ്റ്റ് ഫറോവ ക്ലിയോപാട്ര എന്ന് പറയുന്നത്. അല്ലാതെ ഈ ക്ലിയോപാട്ര എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, മൂസാ നബിയുടെ കാലത്തുള്ള ഫറോവന്മാരുടെ ആളുകളല്ല. അതായത് ഇവിടെ പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി
എന്ന് പറയുന്നത് മസഡോണിയക്കാരായിരുന്നു. ഈ മസഡോണിയക്കാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇറാനികളായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഇറാനികളിൽ നിന്ന് വന്ന രാജവംശത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടെ എന്താ പറയുക, ഈ ഈജിപ്ത് ഭരിക്കുന്ന ക്ലിയോപാട്ര എന്ന് പറഞ്ഞു. ഇവിടെ അതിശയകരമായ ഒരു കാര്യം, 1773 BCEയിൽ അവിടെ യൂസുഫ് നബിയായിരുന്നു ഭരിച്ചിരുന്നത്. ഈജിപ്തിൻ്റെ ഗവർണറായിരുന്നു. അപ്പോൾ ഇവരെക്കാളൊക്കെ മുമ്പ് ഇസ്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോ അറിവില്ലാത്ത വിജയിപ്പിക്കാരോടും പലതും പറയും. ആര്? ഇസ്രായേലികളും മറ്റു ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളൊക്കെ. ഇസ്ലാമിന് അവിടെ യാതൊരു വകുപ്പുമില്ല, ഒന്നുമില്ല. അത് ശരിയല്ല. അവിടെ ഭരിച്ചിരുന്നത് 1773 അല്ലെങ്കിൽ 1673 പിന്നെ യൂസുഫ് നബിയായിരുന്നു ഭരിച്ചിരുന്നത്. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി. അതിന് മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഭരിച്ചിരുന്നത് ആരാന്ന് പറഞ്ഞില്ലേ? സുലൈമാൻ നബിയായിരുന്നു. അതിനു മുമ്പ് ഫറോവകളുണ്ട്. ആ കാലത്ത് ഭരിച്ചിരുന്നത് 3000 ശേഷം ഭരിച്ചിരുന്നത് പിന്നെ മൂസ നബിയായിരുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ ക്ലിയോപാട്ര ലാസ്റ്റ് ഫറോവ ആണെങ്കിലും കൂടി അത് ഫറോവ രാജവംശത്തിൽപ്പെട്ടതല്ല, അലക്സാണ്ടർ ചക്രവർത്തിയുടെ വംശത്തിൽപ്പെട്ടതാണ്. എന്തായാലും അതിനുശേഷം ഈ ക്ലിയോപാട്രയുടെ മകൻ അവിടെ ഭരിക്കുന്നുണ്ട്, അഗസ്റ്റസ് എന്ന് പറയുന്ന. എന്തായാലും ആ കഥ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുന്നത് ഇസ്ലാമിന് ഈജിപ്തിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം രൂപം മനസ്സിലാവും. ഇപ്പോൾ ഇറാൻ്റെ തർക്കങ്ങളും ഒക്കെ എന്തിനാണെന്നും ഒക്കെ നമുക്ക് ഏകദേശം രൂപം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയോപാട്രയ്ക്ക് ശേഷം പിന്നീട് അവിടെ ഇസ്ലാമികൾ ചെന്ന് ഭരിക്കുന്നുണ്ട്. അത് വേറെ വിഷയമാണ്. ഇവിടെ പിന്നെ യൂസുഫ് നബിയുടെ പിന്നെ കാലത്ത് യൂസുഫ് നബിയും അതുപോലെ സുലൈഹ ബീവിയും അവിടെ സുഖമായിട്ട് ഭരിക്കുന്നുണ്ട്. യാക്കൂബ് നബിയെ ഇട്ടെറിഞ്ഞു പോയ, അതായത് യാക്കൂബ് നബിയെ നിന്ന് വേർപ്പെടുത്താൻ സ്വന്തം ജ്യേഷ്ഠന്മാർ കിണറ്റിലെറിഞ്ഞ യൂസുഫ് നബി പിന്നീട് പോയിട്ട് ഭരിക്കുന്നത് 1773 BCEയിലാണ്. അതായത് BCയിലല്ല, BC പിന്നീട് വരുന്നതാണ്. അതിനേക്കാളൊക്കെ എത്രയോ മുമ്പ്, 5000 കോടി വർഷം എന്നൊക്കെയാണ് അതിനെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ 5000 കോടിയല്ല, 5000 ഇയർ, 1000 കോടി, സോറി, 5000 ഇയർ, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണ് കണക്കാക്കുന്നത്. അതായത് BCEയിൽ സുലൈമാൻ നബി നമ്മളെ കേരളം സന്ദർശിച്ചു ഇരുന്നു എന്നുള്ള ചരിത്രരേഖകൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും ശരി, അന്ന് കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്നും നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും ശരി, നമുക്ക് അവിടെ എന്താണ് ഇസ്ലാമികൾക്ക് ബന്ധം ബൈത്തുൽ മുഖദ്ദിസുമായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് ഫറോവ എന്നറിയപ്പെടുന്ന ക്ലിയോപാട്രയുടെ കഥ ഈ 2ാമത്തെ എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വന്തം ജ്യേഷ്ഠന്മാരെ വിവാഹം കഴിക്കുന്ന രീതി തെറ്റോ ശരിയോ ആവട്ടെ, അത് റോയൽറ്റി ബ്ലഡ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. രാജവംശത്തിൻ്റെ യഥാർത്ഥ രക്തം തന്നെ വേണം രാജവംശത്തിന് എന്നൊരു അന്ധവിശ്വാസമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അതെല്ലാം പിന്നീട് ഇസ്ലാം ഒന്നും കൂടി പെർഫെക്റ്റ് ആയപ്പോൾ അതെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്തു. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന അഭിപ്രായത്തോടു കൂടി നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു.